മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യ അതിവേഗം പിന്നോട്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള അമേരിക്കയുടെ അവകാശവാദങ്ങൾ മുഴുവൻ തകരാൻ ഒറ്റ പേര് ഉച്ചരിച്ചാൽ മതി: ജൂലിയൻ അസാഞ്ച്. സിൽവർ ലൈൻ സംവാദങ്ങൾ വാർത്തകളിൽ. ശാസ്ത്രലോകം ഭൂമി ആകാശവുമായി മുഖാമുഖം. മീഡിയ സ്കാനിലേക്ക് സ്വാഗതം. പുതിയ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പ്രസിദ്ധീകരിച്ചു. മാധ്യമ സ്വാതന്ത്ര്യം ലോകത്ത് പിന്നെയും കുറഞ്ഞിരിക്കുകയാണത്രേ. റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് RSF തയ്യാറാക്കിയ സൂചിക ചില അപായ മുന്നറിയിപ്പുകളും തരുന്നു. ധ്രുവീകരണം വർദ്ധിക്കുന്നു, ഡിജിറ്റൽ മാധ്യമരംഗത്ത് അടിച്ചമർത്തൽ ശക്തിപ്പെടുന്നു എന്നൊക്കെ. കഴിഞ്ഞ പതിറ്റാണ്ടിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകർ 946. ഇക്കൊല്ലം മെയ് 3 അന്താരാഷ്ട്ര മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിലാണ് RSF പുതിയ വാർഷിക റിപ്പോർട്ട് പുറത്തുവിട്ടത്. Reporters Without Borders World Press Freedom Index findings for 2022 are worrying, evidencing a new era of polarization set against a backdrop of information chaos, with deepening division among media within countries, but also between countries at the international. 5 മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് സൂചിക കൂടുതൽ ഇത്തവണ കൃത്യപ്പെടുത്തിയിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ ഇവയാണ്: രാഷ്ട്രീയ ഇടപെടൽ, നിയമ പരിരക്ഷ, സാമ്പത്തിക പരാശ്രയത്വം, സാമൂഹിക സാംസ്കാരിക സാഹചര്യം, നിർഭയത്വം എന്നിവയാണ് 5 മാനദണ്ഡങ്ങൾ. ഇത് വെച്ച് നോക്കുമ്പോൾ അറിയുന്നു, വിചാരിച്ചിരുന്നതിലും ഏറെ നാടുകളിൽ വളരെ മോശമാണ് സ്ഥിതി എന്ന്. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ മികച്ചു നിൽക്കുന്നത് നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ. ഏറ്റവും മോശം ഉത്തര കൊറിയ, എറിത്രിയ, ഇറാൻ. 180 രാജ്യങ്ങളിൽ 180-ാം സ്ഥാനത്ത് ഉത്തര കൊറിയ. മാധ്യമ പ്രവർത്തകർക്കെതിരെ രഹസ്യ നിരീക്ഷണവും ഓൺലൈൻ അധിക്ഷേപവും വളരെ വർദ്ധിച്ചു. വ്യാജ വാർത്തകൾ പെരുകി. സർക്കാർ പക്ഷ പ്രചാരകർ സമൂഹ മാധ്യമങ്ങളിലടക്കം ജേർണലിസ്റ്റുകൾക്കെതിരെ ക്യാമ്പയിൻ ശക്തമാക്കി. വ്യക്തിഹത്യയും ഭീഷണിയും വരെ. ഇന്ത്യയുടെ സ്ഥാനം കുത്തനെ ഇടിഞ്ഞ് 150-ലെത്തി. കഴിഞ്ഞ വർഷം 142 8 സ്ഥാനം ഇടിഞ്ഞു. 180 രാജ്യങ്ങളിൽ താഴെ അറ്റത്തെ കാൽഭാഗത്താണ് നാം ഇപ്പോൾ. 2016 മുതൽ ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം കീഴോട്ട് തന്നെ. മാധ്യമ വേട്ടക്കാർ, പ്രിഡേറ്റേഴ്സ് എന്ന ഗണത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമുണ്ട്. പുതിയ പ്രസ് ഫ്രീഡം ഇൻഡെക്സിനെ കുറിച്ച വാർത്തകളിൽ ഇന്ത്യയിലെ അവസ്ഥ ആഗോള മാധ്യമങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു. ദ ഇക്കോണമിസ്റ്റിൽ നിന്ന്: World's largest democracy, press freedom is enshrined in the Constitution. But harassment of journalists has increased under the Bharatiya Janata Party, who came to power in 2014. Prime Minister Modi, the leader of the party, has been described as a predator of press freedom. Pressure has increased on media organizations to toe the government line. There's a pattern of critical journalists being intimidated with online hate campaigns, police violence, and even criminal prosecution. ജർമ്മൻ ചാനലായ ഡോയ്ഷെ വെലെ Reporters Without Borders squarely places the blame for this on Prime Minister Narendra Modi's government. The group says that under him, journalists have been attacked and intimidated to toe the line and not criticize the government, which could get them labelled as anti-nationals. In 2020, Modi set up his own committee to figure out how India could improve its press freedom rank. But instead, they concluded that the index has Western bias and that India's press is doing just fine. Meanwhile, in 8 years of power, Modi has never given a press conference, except once where he refused to answer any questions. ഇന്ത്യൻ മാധ്യമങ്ങളിലും ചർച്ചകൾ വന്നു തുടങ്ങുന്നു. Turkey, Libya, Nigeria, the UAE, Rwanda, though we are just ahead of Sudan, Pakistan and Afghanistan. 8 സ്ഥാനം താഴോട്ട് പതിച്ചെങ്കിലും ഇന്ത്യൻ പത്രങ്ങൾ അതിന് പൊതുവെ പ്രാമുഖ്യം നൽകി കണ്ടില്ല. റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സിന് പുറമെ കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റും ഇന്ത്യയിൽ മാധ്യമങ്ങൾക്കെതിരായ സർക്കാർ നീക്കങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും വേൾഡ് പ്രസ് ഫ്രീഡം ഡേയിൽ ഇന്ത്യയിലെ സ്ഥിതിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇവരെല്ലാം മാധ്യമ പ്രവർത്തനത്തെ പൗരന്മാരോടുള്ള ബാധ്യതയായും മനുഷ്യാവകാശമായും എണ്ണുന്നു. മാധ്യമ പ്രവർത്തകരെ തടവിലിടുമ്പോൾ
ജനാധിപത്യം തന്നെയാണ് ആക്രമിക്കപ്പെടുന്നത്. ഇസ്രായേലിന്റെ പെഗസസ് അടക്കമുള്ള സൂത്രങ്ങൾ കൊണ്ട് ജേർണലിസ്റ്റുകളെ നിരീക്ഷിക്കുന്നു, ക്രിമിനലുകൾ റിപ്പോർട്ടർമാരെ കൊല്ലുന്നു, ഓൺലൈൻ സേനകൾ വനിതാ റിപ്പോർട്ടർമാർക്കെതിരെ ആഭാസം പ്രചരിപ്പിക്കുന്നു, പ്രവർത്തന സ്വാതന്ത്ര്യം പലതരത്തിലും ഹനിക്കപ്പെടുകയാണ്. കേസുകൾ, വിലക്കുകൾ തുടങ്ങിയവ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സർക്കാരിൻ്റെ കൽപ്പനകൾക്ക് സ്വയം അടിയറവ് പറഞ്ഞ് ദാസ്യവേല ചെയ്യുന്ന വിധേയ മാധ്യമങ്ങൾ. നമ്മുടെ സ്ഥാനം ഇടിയാൻ ഇതും കാരണമാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാതലാണ് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം. അതാണിപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വാതന്ത്ര്യം കുറയുന്നു എന്നത് വിദേശ NGO നടത്തുന്ന പ്രചാരണം മാത്രമാണ് എന്ന നിലപാടാണ് ഇന്ത്യൻ സർക്കാരിന്. ഈ നിലപാട് ആവർത്തിക്കുന്ന വിധേയ മാധ്യമങ്ങളും ഇവിടെയുണ്ട്. ഒരിക്കലും സർക്കാരിനെ വിമർശിക്കാത്തതിനാൽ അവയ്ക്ക് പ്രശ്നമില്ലതാനും. ബുൾഡോസർ രാജ് നടക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ് ചില മാധ്യമങ്ങൾ ചെയ്തത്. പള്ളിയായാലും വീടായാലും നിയമപ്രകാരം തകർക്കും എന്ന് ന്യായീകരണം. കോടതി സ്റ്റേ ചെയ്തല്ലോ എന്ന് നാട്ടുകാർ പറഞ്ഞപ്പോഴാണ് അഞ്ജന ഓം കാശ്യപ് മൈക്ക് പിൻവലിച്ച് സ്ഥലം വിടുന്നത്. സർക്കാർ പദ്ധതി പ്രകാരം നിർമ്മിച്ചതടക്കമുള്ള വീടുകളും കടകളും ഇടിച്ചു നിരപ്പാക്കുമ്പോൾ കോടതി ഇരകൾക്കായി ഇടപെട്ടെങ്കിലും ഗോദി മീഡിയ ഇടപെട്ടത് അധികാരികൾക്ക് വേണ്ടിയായിരുന്നു. ന്യൂസ് ലോണ്ടറിയിൽ മനീഷ പാണ്ഡെ ഇത് വിശദമായി നിരൂപണം ചെയ്തു. Here's Arnab being more empathetic as the week went by. One side is getting very angry and upset that why have the houses and homes of illegal structures of people who were pelting stones during the Ram Navami procession in Khargon, why have these structures been demolished? I don't know why they are complaining. I think that's the best thing to do, because it teaches these people a lesson. And I think Shivraj Singh Chauhan has done a very, very good thing, Mohandas Pai. Very, very good thing. He set a lesson. We need to use the bulldozer. That is India's most watched anchor, justifying completely lawless actions of the state against poor people. ഭരണകൂട ഭീകരതയായാലും വിലക്കയറ്റമായാലും ഇവർ ജനങ്ങൾക്കെതിരെ അധികാരത്തോട് ചേർന്ന് നിൽക്കും. അക്രമങ്ങളോട് മൗനം പുലർത്തും. സ്വകാര്യമായി നടത്തുന്ന താരജോഡികളുടെ വിവാഹത്തിലേക്ക് അതിക്രമിച്ച് ചെന്ന് അത് വൻ वार्तायाकुम। रणबीर और आलिया के घर के बाहर जाके बहुत टाइम पास करेंगे। कुछ ही घंटों की बात है, ऐसा कहा गया है कि 2 और 3 बजे की मुहूर्त के टाइम ये दोनों साथ फेरे लेंगे। एक्साइटमेंट बहुत है यहाँ पर। A huge presence of media and paparazzi and print photographers. This is a big day in the field of entertainment, to शादी को एक प्राइवेट अफेयर और मीडिया की नजरों से दूर रखने के लिए वेडिंग वेन्यू पर कर्टन्स लगाए जा रहे हैं। ഇന്ത്യൻ മാധ്യമങ്ങളുടെ സാമ്പത്തിക പരാശരത്വത്തെക്കുറിച്ച് പറയുന്നതിനിടെ ഗോദി മീഡിയയെ കൂടി പരാമർശിക്കുന്നുണ്ട് RSF സൂചിക. മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യ വളരെ താഴെ എത്തി നിൽക്കുമ്പോൾ കുറെ മുകളിൽ സ്ഥാനമുള്ള അമേരിക്കയുടെ കാര്യമോ? മാധ്യമ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ വീഡിയോ നോക്കുക. ആരുടേതാണ് ഈ ആഘോഷം? അതെ, അധികാരത്തോട് നേര് പറയുക, സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും ആദർശമാക്കുക. ഈ വീഡിയോ നേറ്റോയുടേതാണ്, പാശ്ചാത്യ സൈനിക സഖ്യത്തിൻ്റെ. യൂറോപ്പും അമേരിക്കയും അടക്കം നേറ്റോ അംഗരാജ്യങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യം നടപ്പാക്കുന്നത് റഷ്യൻ മാധ്യമങ്ങളെ സെൻസർ ചെയ്തുകൊണ്ടാണ് എന്ന സത്യം അവർ പറയില്ല. The European Union has banned Russian state-owned channels RT and Sputnik, leaving it to its member states and their regulators to enforce the new policy. YouTube, TikTok, and Meta, which controls Facebook and Instagram, have all blocked RT and Sputnik news content. Google has removed the channels from its news search tool and dropped their mobile apps from its Play Store. Russia's media regulators subsequently throttled Twitter, slowing its loading speed down to a crawl for what it called Twitter's failure to take down fake news posts on Ukraine. സർക്കാരുകൾ ചെയ്യുന്നതിന് നേറ്റോയെ കുറ്റം പറയാമോ? ഇതാ അമേരിക്കൻ സർക്കാരിൻ്റെ ഔദ്യോഗിക വീഡിയോ. അവരും മാധ്യമ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. വൈറ്റ് ഹൗസ് വക്താക്കൾ പറയുന്നു, ഞങ്ങൾ നിത്യവും വാർത്താ സമ്മേളനം നടത്തുന്നു, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു. കാരണം അമേരിക്കക്ക് മാധ്യമ സ്വാതന്ത്ര്യം അത്ര വിലപ്പെട്ടതാണ്. Nearly every day, we stand at a podium and we take your questions. We answer questions from journalists whose reporting reaches people all across our country and around the world. It's called the Daily Press Briefing. The briefings are streamed live for anyone to watch.
And if you don't catch it live, you can read the transcript later. We hold these briefings at the State Department, the Defense Department, and right here at the White House regularly. We take your questions and answer them to the best of our ability. Even if they are tough, even if they are uncomfortable. That's the thing about a democracy and a free press. എന്തിനാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത് എന്നല്ലേ? That's why we do it. That's why we do it. That's why we do it. Because access to information is for the public good. Because people have a right to know about the leaders, events, and the policies that shape their lives. എത്ര ഉദാത്തമായ ആദർശം. സർക്കാരിൻ്റെ ചെയ്തികളെപ്പറ്റി ജനങ്ങൾ അറിയണം. വിവരം ലഭിക്കാനുള്ള അവകാശം നമുക്ക് തരുന്ന പൊതുസേവകരാണ് മാധ്യമപ്രവർത്തകർ. സർക്കാർ ചെയ്യുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ടവർ. The journalists who risk their lives around the world to report the truth. The work of a free press has the power to expose abuse, hold leaders accountable, and empower individuals with the kind of information they need to continue to have a meaningful impact on their society. That means you. A free press is vital to human progress. When you threaten to silence journalists, you're threatening that progress. അതെ, മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നവർ പുരോഗതി തടയുകയാണ്. വിവരം ശേഖരിക്കാനും അറിയിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം. Here's the bottom line. People around the world should be free to seek, to receive, and to share information and ideas. എല്ലാം ശരി, പക്ഷേ ഇവർ പറയാൻ ആഗ്രഹിക്കാത്ത, ഒളിച്ചു വെക്കുന്ന ഒരു പേരുണ്ട്: ജൂലിയൻ അസാഞ്ച്. മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 42-ാം സ്ഥാനത്തുള്ള അമേരിക്കയും 24-ാം സ്ഥാനത്തുള്ള ബ്രിട്ടനും ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന ഓസ്ട്രേലിയക്കാരൻ. 10 വർഷമായി ഈ വൻ ശക്തികൾ വേട്ടയാടുന്ന അവർ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയ മാധ്യമ പ്രവർത്തകൻ. സ്വാതന്ത്ര്യം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും അവർ നശിപ്പിച്ചു. എന്തിനാണ് ഒരു മനുഷ്യനെ പിടികൂടി മരണം വരെ ഏകാന്ത തടവിലിടാൻ അമേരിക്ക ശ്രമിക്കുന്നത്? എന്തിനാണ് ബ്രിട്ടൻ അദ്ദേഹത്തെ ഇപ്പോൾ പിടിച്ചു കൊടുക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനം തന്നെ കാരണം. ആധുനിക കാലത്തിൻ്റെ മാധ്യമ പ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ച് അസാഞ്ച് സ്ഥാപിച്ച ശാസ്ത്രീയ ജേർണലിസം സ്ഥാപനമാണ് വിക്കിലീക്സ്. ഭരണകൂടങ്ങളുടെ തെറ്റുകൾ ചോർത്തിയെടുത്ത് പ്രസിദ്ധപ്പെടുത്തുകയാണ് ലക്ഷ്യം. 2006-ൽ സ്ഥാപിച്ച വിക്കിലീക്സ് ഇതിനകം ദശലക്ഷക്കണക്കിന് രഹസ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഏതാനും മാധ്യമ അവാർഡുകൾ നേടിയിട്ടുണ്ട്. അദ്ദേഹം പുറത്തുവിട്ട രഹസ്യരേഖകളിൽ അമേരിക്കയുടെ ഗ്വണ്ടാനമോ പീഡനയറയെപ്പറ്റിയും ഇറാഖിലെ അബൂ ഘുറൈബ് തുറുങ്കിനെപ്പറ്റിയും എല്ലാം ഉണ്ടായിരുന്നു. അമേരിക്ക മൂടിവെച്ച യുദ്ധക്കുറ്റങ്ങളും മർദ്ദനമുറകളും അങ്ങനെ ലോകമറിഞ്ഞു. US പട്ടാളത്തിലെ ജീവനക്കാരിയായിരുന്ന മാനിങ് വഴി ചോർന്നു കിട്ടിയ ആ കുപ്രസിദ്ധ വീഡിയോ ദൃശ്യം കൂടി പുറത്തു വന്നതോടെ അമേരിക്കൻ സർക്കാർ ഇപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റി വാചാലരാകുന്ന അതേ ഭരണകൂടം ക്ഷുഭിതരായി. വേട്ട തുടങ്ങി. ഒടുവിൽ Julian Assange, founder of the whistleblowing platform WikiLeaks, has been arrested. The US judiciary is accusing Assange of conspiracy. It's unclear whether he will be extradited to the USA. If you're going to play with fire, you're going to get burned. Don't take on the most powerful nation in the world. Don't take on the US Army. The US accuses Assange of having helped publish classified material on US military operations. മാധ്യമ പ്രവർത്തനത്തിന്റെ രീതി തന്നെ മാറ്റിയ അസാഞ്ചിനെ 100 വർഷത്തിലേറെ തടവ് ലഭിക്കുന്ന കേസുകളിൽ കുടുക്കി. അദ്ദേഹത്തെ വധിക്കാൻ വരെ ട്രംപിന്റെ കാലത്ത് ശ്രമം നടന്നു. That's a blow to the very foundations of freedom of the press. I think his life is genuinely in danger. ബ്രാഡ്ലി മാനിങ് വഴി ചോർന്ന ദൃശ്യം നാം പലവട്ടം കാണിച്ചിട്ടുണ്ട്. ഹെലികോപ്റ്ററിൽ ഇരുന്ന് ഇറാഖിലെ തെരുവിലേക്ക് വെടിവെച്ച് പലരെയും വെറുതെ കൊല്ലുന്ന US പട്ടാളക്കാർ. കോലാറ്ററൽ മേർഡർ എന്ന് പേരിട്ട വീഡിയോ. Light them all up. 202 traffic, 260. Come on, fire. Hey, Roger. Keep shooting. God damn it, Kyle. All right. I hit him by head. The behavior of the pilots is like they are playing a computer game. 1-8, okay, clear. Come on. Clear. Oh, it's their fault for bringing their kids to a battle. That's right. Something this video shows us is the reality of modern war from the air.
And I don't think that that has been seen before. Blatant war crimes. On April 5th, 2010, WikiLeaks exposed them to the world. ലോകത്തെ ഞെട്ടിച്ചു ആ ദൃശ്യങ്ങൾ. ലോകമാധ്യമങ്ങൾ അത് വാർത്തയാക്കി. A military video has surfaced on the internet showing a deadly U.S. attack on a group of people in Iraq. Von der Organisation WikiLeaks. Online whistleblower WikiLeaks. WikiLeaks has posted this video. The video also shows the shooting of a bus which was rushing to the scene to help. 2 children were aboard the bus, both were seriously injured. You could say WikiLeaks was something truly revolutionary. ഇന്ന് മാധ്യമ സ്വാതന്ത്ര്യത്തെ പറ്റി പൊള്ളവാക്കുകൾ ഉരുവിടുന്ന അമേരിക്ക നെറിയുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അസാഞ്ചിനെ വെറുതെ വിടുകയാണ്. The WikiLeaks documents were at the center of unprecedented attention. Der Spiegel, the New York Times, and The Guardian were the first to join forces to evaluate the documents. Secret files that exposed the true war in Afghanistan. പക്ഷേ ഇല്ല, അവർ അദ്ദേഹത്തെ വിചാരണ ചെയ്യാനും മരണം വരെ തടവിലിടാനും ഉറച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെപ്പറ്റിയും അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തെപ്പറ്റിയും പൊള്ളവർത്തമാനം പറയുന്നത്. ഇനിയൊരു അസാഞ്ച് ഉണ്ടാകരുത് എന്ന് തന്നെ അവരുടെ തീരുമാനം. The U.S. has insisted the defendant will be safe in its custody, even though, as Yahoo News has reported, State Department operatives working under Donald Trump discussed ways to abduct Assange or assassinate him. അപ്പോൾ ആർക്കാണ് മാധ്യമ സ്വാതന്ത്ര്യം ആവശ്യമായിട്ടുള്ളത്? ഭരണകൂടങ്ങൾക്കല്ല, പീഡിപ്പിക്കപ്പെടുകയും അനീതിക്കിരയാവുകയും ശബ്ദം നിഷേധിക്കപ്പെടുകയും ചെയ്തവർക്ക്. അവർക്ക് വേണ്ടി സംസാരിക്കേണ്ട മാധ്യമങ്ങൾക്ക്. പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ തകർച്ചയുടെ കണക്ക് നമ്മുടെ മാധ്യമങ്ങൾക്ക് പോലും വലിയ വാർത്തയായില്ല. അതും ഒരു സൂചനയല്ലേ?